ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് പീരിഡിൻ ആണ്. പീരിഡിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിലെ ബേസിസിറ്റിയും ഇലക്ട്രോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെയും കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ബാക്കി വരുന്ന ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും പിന്നെ കാണിക്കുന്ന കുറച്ച് റിഡക്ഷൻ റിയാക്ഷൻസും ആണ്. അപ്പോൾ സാധാരണ നമ്മൾ പഠിക്കുന്ന അരോമാറ്റിക് കോമ്പൗണ്ട്സിലൊന്നും ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് കാണിക്കാറില്ല. അരോമാറ്റിക് കോമ്പൗണ്ട്സ് അധികമൊന്നും ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കാണിക്കാറില്ല. പക്ഷേ ഈ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് പീരിഡിൻ കോമ്പൗണ്ട് ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഈ നൈട്രജൻ്റെ പ്രസൻസ് ആണ്. ഇവിടെ 5 കാർബൺ ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഈ 2 കാർബൺ അല്ലെങ്കിൽ എല്ലാ കാർബണേക്കാളും ഇലക്ട്രോനെഗറ്റിവിറ്റി ഈ നൈട്രജന് കൂടുതലാണ്. മാത്രമല്ല നൈട്രജൻ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അപ്പോൾ അത് കാരണം നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പായിട്ടുള്ള നൈട്രജൻ്റെ പ്രസൻസ് കാരണം ഇതൊരു ഡീആക്ടിവേറ്റിംഗ് സിസ്റ്റമായിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അതുകൊണ്ട് ഇലക്ട്രോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ റിയാക്ടിവിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ബെൻസീനേക്കാളും റിയാക്ടിവിറ്റി കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മെറ്റാ പൊസിഷനിലായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഈ പൊസിഷനിലായിരിക്കും സബ്സ്റ്റിറ്റ്യൂവൻ്റ് വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഡീആക്ടിവേറ്റഡ് സിസ്റ്റമാണ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് നൈട്രജൻ ആറ്റം ഇൻ ദിസ് ഹെട്രോസൈക്ലിക് റിംഗ്. അപ്പോൾ അത് കാരണം ഇത് എന്തുണ്ടാവുക, ഈ നൈട്രജൻ ഇവിടെ നിന്നുള്ള ഈ ഒരു പൈ ഇലക്ട്രോൺ സിസ്റ്റം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പൈ ഇലക്ട്രോൺ ഡെൻസിറ്റീനെ ഇതിൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യുമ്പോൾ ഈ റിങ്ങിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റിയിൽ ഡിക്രീസ് സംഭവിക്കും. ഇലക്ട്രോൺ ഡെൻസിറ്റി ഇവിടെ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഒരു പാർഷ്യൽ പോസിറ്റീവ് ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ നൈട്രജൻ ചുറ്റും ഒരു പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. നമ്മളത് റെസൊണൻസ് സ്ട്രക്ചർ പഠിച്ചപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല പല പൊസിഷനിലൊക്കെ അല്ലെങ്കിൽ പല പല കാർബണൊക്കെ പോസിറ്റീവ് ചാർജ് കാണിക്കുന്നതായിട്ട്. അപ്പോൾ അത് കാരണം ഈ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് നൈട്രജൻ ഗ്രൂപ്പിൻ്റെ പ്രസൻസ് കാരണം ഈ ഒരു അരോമാറ്റിക് റിങ്ങിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റിയിൽ ഡിക്രീസ് സംഭവിക്കും. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കോമ്പൗണ്ട് ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കാണിക്കുന്നത്. ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു ഇലക്ട്രോൺ പെയർ ക്യാരി ചെയ്യുന്ന നെഗറ്റീവ് ചാർജ് ഉള്ള കോമ്പൗണ്ടാണ് ന്യൂക്ലിയോഫൈൽ. അവർക്ക് പോസിറ്റീവ് സെൻറ്റർ നോഡാണ് അട്രാക്ഷൻ കൂടുതൽ. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ ഡിപ്ലീഷൻ സംഭവിക്കുമ്പോൾ ഒരു ചെറിയൊരു പാർഷ്യൽ പോസിറ്റീവ് ക്യാരക്ടർ ഉണ്ടാകുമ്പോൾ ഈ ഒരു കോമ്പൗണ്ടിന് നെഗറ്റീവ് ചാർജുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് ലവിങ് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈലിനെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഹെട്രോസൈക്ലിക് പീരിഡിൻ കോമ്പൗണ്ട് ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കാണിക്കാനുള്ള കാരണം. ഇനി എവിടെയാണ് ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുമ്പോൾ അത് ഏത് പൊസിഷൻ ആയിരിക്കും ചൂസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കണത്. അതായത് ഇപ്പോൾ ഇവിടെ ഈ നൈട്രജൻ്റെ അടുത്ത് 1, 2, 3 പൊസിഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഈ പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് പൊസിഷൻ ആണെങ്കിൽ ഇത് സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ. ഇവിടെ നോക്കുകയാണെങ്കിലും ഇത് സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ. അപ്പോൾ 2, 3, 4 എന്ന് പറഞ്ഞ 3 പൊസിഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അത് ഏത് പൊസിഷൻ ആയിരിക്കും ഈ വരുന്ന സബ്സ്റ്റിറ്റ്യൂവൻ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള പീരിഡിൻ കോമ്പൗണ്ട്. ഇതിലേക്ക് നമ്മൾ ന്യൂക്ലിയോഫൈൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ന്യൂക്ലിയോഫൈലിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺ പെയർ ക്യാരി ചെയ്യുന്ന നെഗറ്റീവ് ചാർജുള്ള ഒരു ആറ്റം ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റം ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചൂസ് ചെയ്യുന്ന പൊസിഷൻ സെക്കൻഡ് പൊസിഷനാണ്. ഇപ്പോൾ സെക്കൻഡ് പൊസിഷനിലാണ് ന്യൂക്ലിയോഫൈൽ വരണമെന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് പൊസിഷനിൽ ഒരു പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നൈട്രജൻ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയ കാരണം ഈ ഇലക്ട്രോൺ പെട്ടെന്ന് ഈ നൈട്രജൻ വിഡ്രോ ചെയ്ത് ഈ 2 ഇലക്ട്രോൺ അല്ലെങ്കിൽ ഈ ഡബിൾ ബോണ്ട് ഈ നൈട്രജനിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. ആ പോസിറ്റീവ് ചാർജിലേക്കായിരിക്കും ഈ ന്യൂക്ലിയോഫൈൽ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കിട്ടുന്ന നമുക്കിങ്ങനെയായിരിക്കും കിട്ടുക. ഇവിടെ ന്യൂക്ലിയോഫൈൽ വന്ന് ജോയിൻ ചെയ്തു. ഇവിടെയുള്ള ഓൾറെഡി ഉള്ള ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ ഈ നൈട്രജൻ ഒരു നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്തു. ബാക്കി റിമൈനിങ് ഡബിൾ ബോണ്ട്സ്. പിന്നെ ഇപ്പോൾ റെസൊണൻസ് നടന്നുകൊണ്ടിരിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും ഒരു ചാർജ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജ് ഒരിക്കലും ലൊക്കേറ്റ് ചെയ്യില്ല. അത് റെസൊണൻസ് വഴി സ്റ്റേബിലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ അടുത്ത് ഈ നെഗറ്റീവ് ചാർജ് സ്റ്റെബിലൈസ് ചെയ്യാൻ ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഈ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് ഈ കാർബണിലോട്ട് പോകും.
ഇപ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് അല്ലെങ്കിൽ സ്ട്രക്ചർ നൈട്രജൻ, നെഗറ്റീവ് ചാർജ് പോയി, ഇവിടെ ഡബിൾ ബോണ്ട് വരും, പിന്നെ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട് ഓൾറെഡി, പിന്നെ ഈ നെഗറ്റീവ് ചാർജ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നു, ഇവിടെയുള്ള സെഡ് ഹൈഡ്രജൻ. ഇനി അടുത്തത് ഈ നെഗറ്റീവ് ചാർജ് ഈ രണ്ട് കാർബണിൻ്റെ ഇടയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ ഡബിൾ ബോണ്ട് ഈ കാർബണിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ട്രക്ചർ നൈട്രജൻ, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ ഡബിൾ ബോണ്ട് വരും, ഇവിടുത്തെ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും, ഇവിടെ ന്യൂക്ലിയോഫൈൽ ഹൈഡ്രജൻ. അപ്പം ഇങ്ങനെ ഒരു 3 റെസൊണൻസ് സ്ട്രക്ചറാണ് നമുക്ക് സെക്കൻഡ് പൊസിഷനിൽ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നത്. അതിൽ ഈ നെഗറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്ന നൈട്രജൻ വരിക, അതായത് നൈട്രജൻ ക്യാരി നെഗറ്റീവ് ചാർജ് വരുന്ന ഈ ഒരു സ്ട്രക്ചർ ഹൈലി സ്റ്റേബിളാണ്, ഇത് മോർ സ്റ്റേബിൾ സ്ട്രക്ചറാണ്. അപ്പം അത് കാരണം ഇങ്ങനൊരു സ്ട്രക്ചർ ഫോം ചെയ്യാനുള്ള എബിലിറ്റി വളരെ കൂടുതലായിരിക്കും. ഇതാണ് ഫസ്റ്റ് കേസ്. ഇനി സെക്കൻഡ് കേസിൽ പീരിഡിനിലേക്ക് നമ്മൾ ന്യൂക്ലിയോഫൈൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അടുത്ത് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന പൊസിഷൻ തേർഡ് പൊസിഷനാണ്. അതായത് ഈ പൊസിഷനിലായിരിക്കും നമുക്ക് ന്യൂക്ലിയോഫൈൽ വന്ന് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ന്യൂക്ലിയോഫൈൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ന്യൂക്ലിയോഫൈൽ വന്ന് ജോയിൻ ചെയ്യണമെങ്കിൽ ഇവിടെ പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും, ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. അപ്പോൾ ആ പോസിറ്റീവ് ചാർജിലേക്ക് നമ്മുടെ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യും. ഇപ്പോൾ കിട്ടുന്ന സ്ട്രക്ചർ നൈട്രജൻ ലോൺ പെയർ, ഇവിടെ ഓൾറെഡി ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഈ കാർബണിൽ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും, ഈ പോസിറ്റീവ് ചാർജിലേക്ക് ന്യൂക്ലിയോഫൈൽ ഇവിടെ ഓൾറെഡി ഉള്ള ഹൈഡ്രജൻ, ഇങ്ങനെയാണ് വരിക. ഇനി അടുത്തത് ഈ ചാർജിൻ്റെ സ്റ്റെബിലൈസേഷനാണ്. ഇപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് ഇവിടുന്ന് ഈ കാർബണിൻ്റെ ഇടയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ ഡബിൾ ബോണ്ട് ഈ കാർബണിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, കിട്ടുന്ന സ്ട്രക്ചർ ലോൺ പെയർ ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്, ന്യൂക്ലിയോഫൈൽ ഹൈഡ്രജൻ. ഇനി അടുത്തത് ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇവിടുത്തെ ഈ ഡബിൾ ബോണ്ട് ഈ കാർബണിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പോൾ കിട്ടുന്ന സ്ട്രക്ചർ ഇങ്ങനെയാണ് വരിക. ഇവിടെ ഡബിൾ ബോണ്ട് വരും, ഇവിടെ നെഗറ്റീവ് ചാർജ്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, നമ്മുടെ ന്യൂക്ലിയോഫൈൽ ഹൈഡ്രജൻ. ഇങ്ങനെയാണ് സ്ട്രക്ചർ ഫോം ചെയ്യുക, 3 സ്ട്രക്ചർ. അപ്പോൾ ഈ ഫോം ചെയ്ത 3 സ്ട്രക്ചറിൽ എവിടെയും നൈട്രജന് നെഗറ്റീവ് ചാർജ് വരുന്ന സ്ട്രക്ചർ ഒന്നും വരുന്നില്ല. അതായത് ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് സ്ട്രക്ചർ, റെസൊണൻസ് സ്ട്രക്ചർ ഒന്നും ഇവിടെ ഫോം ചെയ്യുന്നില്ല. ഇനി അടുത്തത് ഇത് തേർഡ് പൊസിഷനാണ്. ഇനി അടുത്ത തേർഡ് കേസ് പീരിഡിൻ. ഈ പീരിഡിനിലോട്ട് നമ്മൾ ന്യൂക്ലിയോഫൈൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യാൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പൊസിഷൻ ഫോർത്ത് പൊസിഷനാണ്. ഇവിടെയായിരിക്കും ന്യൂക്ലിയോഫൈൽ വരേണ്ടത്. ആ ന്യൂക്ലിയോഫൈൽ ഇവിടെ വരണമെങ്കിൽ ഇവിടെ പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യണം. പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് വരും, ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. ആ പോസിറ്റീവ് ചാർജിലോട്ട് ഈ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യും. ഇപ്പോൾ കിട്ടുന്ന സ്ട്രക്ചർ നൈട്രജൻ ലോൺ പെയർ ഉണ്ട്. ന്യൂക്ലിയോഫൈൽ വരുന്ന പൊസിഷൻ ഇതാണ്, സെഡ് ഹൈഡ്രജൻ. നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യണത് ഈ കാർബണിലാണ്, ഇവിടെയുള്ള ഡബിൾ ബോണ്ട് ഇത്രയാണ്. ഇതാണ് ഫസ്റ്റ് സ്ട്രക്ചർ. ഇനി അടുത്തത് ഈ നെഗറ്റീവ് ചാർജ് സ്റ്റെബിലൈസ് ചെയ്യലാണ്. അപ്പോൾ ഈ ബോണ്ട് നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് കാർബണിൻ്റെ ഇടയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ഡബിൾ ബോണ്ട് ഈ നൈട്രജനിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പോൾ കിട്ടുന്ന സ്ട്രക്ചർ നൈട്രജനിൽ ലോൺ പെയർ ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു, ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു, ഇവിടെ വന്ന് ന്യൂക്ലിയോഫൈൽ ഹൈഡ്രജൻ, ഇവിടെ ഓൾറെഡി ഉള്ള ഡബിൾ ബോണ്ട്. ഇങ്ങനെയാണ് ഒരു സ്ട്രക്ചർ കിട്ടുക. ഇനി അടുത്തത് ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ഡബിൾ ബോണ്ട് ഈ കാർബണിലോട്ട് ഷിഫ്റ്റ് ചെയ്യും,
നൈട്രജൻ ലോൺ പെയർ ഉണ്ട്, ഇവിടെ ന്യൂക്ലിയോഫൈൽ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും, ഈ കാർബണിൽ ഒരു നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യും, ഇവിടെ ഓൾറെഡി ഉള്ള ഡബിൾ ബോണ്ട്. ഇങ്ങനെയായിരിക്കും സ്ട്രക്ചർ ഫോം ചെയ്യുക. അപ്പോൾ ഈ ഒരു 4th പൊസിഷനാണ് ഈ ഒരു ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 3 റെസൊണൻസ് സ്ട്രക്ചറാണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ സ്റ്റേബിൾ ആയിട്ടുള്ള നൈട്രജനിൽ നെഗറ്റീവ് ചാർജ് വരുന്ന രീതിയിലുള്ള ഒരു റെസൊണൻസ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് പോസിബിൾ ആണ്. ഇത് മോർ സ്റ്റേബിൾ സ്ട്രക്ചറാണ്. അപ്പോൾ നമ്മൾ ഈ 3 കേസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 കേസും കൺസിഡർ ചെയ്യുമ്പോൾ സെക്കൻഡ് പൊസിഷനിലും 4th പൊസിഷനിലും ന്യൂക്ലിയോഫൈൽ വരുന്ന കേസിലാണ് മോർ സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത്. 3rd പൊസിഷൻ ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് ഒന്നും ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി കാണുന്നില്ല. അപ്പോൾ ഇവർ ഹൈ സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് കാരണം നമ്മുടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ പീരിഡിൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് വിധേയമാകുമ്പോൾ അവിടെ അറ്റാക്ക് ചെയ്യുന്ന ന്യൂക്ലിയോഫൈൽ ചൂസ് ചെയ്യുന്ന പൊസിഷൻ സെക്കൻഡ് പൊസിഷനും 4th പൊസിഷനായിരിക്കും. അതായത് പീരിഡിനിലോട്ട് ന്യൂക്ലിയോഫൈൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ന്യൂക്ലിയോഫൈൽ ഒന്നെങ്കിൽ സെക്കൻഡ് പൊസിഷൻ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ 4th പൊസിഷൻ ചൂസ് ചെയ്യാം. മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റാണ് കിട്ടുക. അപ്പോൾ ഒന്നെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 4th പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും. അവരൊരിക്കലും 3rd പൊസിഷൻ ചൂസ് ചെയ്യില്ല. 3rd പൊസിഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് സ്റ്റേബിൾ ആയിരിക്കില്ല. അപ്പോൾ ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് ഒന്നെങ്കിൽ സെക്കൻഡ് പൊസിഷനിലും അല്ലെങ്കിൽ 4th പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുന്ന കേസിലായിരിക്കും. ഇപ്പോൾ ഇവിടെ 2 കേസ് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രിഡോമിനേറ്റഡ് പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് സെക്കൻഡ് പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുന്ന കേസിലാണ്. അതായത് സബ്സ്റ്റിറ്റ്യൂവൻ്റ് കൂടുതലും ചൂസ് ചെയ്യുന്ന പൊസിഷൻ അല്ലെങ്കിൽ കൂടുതൽ കാണപ്പെടുന്ന പ്രോഡക്റ്റിൽ ഉള്ള സബ്സ്റ്റിറ്റ്യൂവൻ്റ് ചൂസ് ചെയ്യുന്ന പൊസിഷൻ സെക്കൻഡ് പൊസിഷൻ ആയിരിക്കും. 4th പൊസിഷനേക്കാളും ഒരു പ്രിഫറബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് പൊസിഷനാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നൈട്രജൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയ കാരണം പെട്ടെന്ന് തന്നെ ഈ ഡബിൾ ബോണ്ട് ഇതിനടുത്തേക്ക് വിഡ്രോ ചെയ്യാനായിട്ടും ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യാനായിട്ടും വേഗം പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് സെക്കൻഡ് പൊസിഷൻ ചൂസ് ചെയ്യാനായിട്ട് കാരണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്രയും പറഞ്ഞത് പിരിഡിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് വിധേയമാകുമ്പോൾ ആ കോമ്പൗണ്ട് ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടക്കുന്ന പൊസിഷൻ സെക്കൻഡ് അല്ലെങ്കിൽ 4th പൊസിഷൻ ആയിരിക്കും. അതിലും ഏറ്റവും കൂടുതൽ ഫോം ചെയ്യുന്ന ടെൻഡൻസി വരുന്നത് സെക്കൻഡ് പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുന്ന കേസിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഓറിയൻറ്റേഷനിൽ പറയാനുള്ളത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ. അപ്പോൾ സെക്കൻഡ് പൊസിഷനും 4th പൊസിഷനാണ് ചൂസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രിഡോമിനേറ്റഡ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് സെക്കൻഡ് പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുന്ന പ്രോഡക്റ്റാണ്. ഇനി ജനറൽ മെക്കാനിസം നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ജനറൽ മെക്കാനിസം. അപ്പോൾ ആദ്യം നമ്മളൊരു പീരിഡിൻ എടുക്കുന്നു. ആ പീരിഡിനിൽ സെക്കൻഡ് പൊസിഷനാണ് ന്യൂക്ലിയോഫൈൽ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ ഓൾറെഡി ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ന്യൂക്ലിയോഫൈൽ ഇവിടെ വന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സെക്കൻഡ് പൊസിഷനിൽ ന്യൂക്ലിയോഫൈൽ വരാൻ വേണ്ടി ഇവിടുന്ന് ഡബിൾ ബോണ്ട് ഈ നൈട്രജനിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. ആ പോസിറ്റീവ് ചാർജിലോട്ട് ഈ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഈ നടക്കുന്ന ഈ ഒരു പ്രോസസ്സ് അറ്റാക്കിംഗ് ഓഫ് ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ ഈ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് നൈട്രജനിൽ ഒരു നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യുന്നു. ഈ പോസിറ്റീവ് ചാർജിലേക്ക് ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഓൾറെഡി ഉള്ള ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർമീഡിയറ്റ് ആണ് ആദ്യം ഫോം ചെയ്യുക. അതിനുശേഷം ഈ കോമ്പൗണ്ട് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതിനനുസരിച്ച് ഇവിടുന്ന് H+ എലിമിനേറ്റ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഇതാണ് നമ്മുടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടന്ന് പീരിഡിനിൽ കിട്ടുന്ന ഒരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ് ഇതായിരിക്കും. പ്രോട്ടോൺ ഇവിടുന്ന് റിലീസ് ചെയ്ത് പോയി. ഇതാണ് പ്രോഡക്റ്റ്. അപ്പം ഇങ്ങനെയാണ് ജനറൽ മെക്കാനിസം, ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുക. ഇനി കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് കുറച്ച് റിയാക്ഷൻസ് നോക്കാം. അപ്പോൾ ആദ്യം റിയാക്ഷൻ വിത്ത് സോഡമൈഡ് എന്ന് പറയുന്നത് ഇതാണ് NaNH2. ഇപ്പോൾ ഇവിടെ NH2- ആണ് ഇവിടുത്തെ ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്.
അപ്പോൾ ടോളുബീനിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സോഡാമൈഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിരിഡിനിൽ സോഡാമൈഡ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ NH2- ആണ് ഇവിടുത്തെ ന്യൂക്ലിയോഫൈൽ. ഈ സെക്കൻഡ് പൊസിഷനിൽ NH2- വന്ന് ജോയിൻ ചെയ്ത് കിട്ടുന്നത് 2-അമിനോ പിരിഡിൻ. സെക്കൻഡ് പൊസിഷനിൽ അമിനോ ഗ്രൂപ്പ് വന്ന് ജോയിൻ ചെയ്തു കിട്ടുന്ന പ്രോഡക്റ്റ് ഇങ്ങനെയായിരിക്കും. അടുത്ത റിയാക്ഷൻ ആക്ഷൻ വിത്ത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് KOH ആണ് നമ്മളിവിടുത്തെ റിയേജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. KOH റിയേജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കേസിൽ വരുന്ന ന്യൂക്ലിയോഫൈൽ OH- അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ അയോൺസ് ആണ് ഇവിടുത്തെ ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് പിരിഡിൻ റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നത് 2-ഹൈഡ്രോക്സി പിരിഡിൻ ആയിരിക്കും, അല്ലെങ്കിൽ 2-പിരിഡിനോൾ എന്നും പറയും ആ കോമ്പൗണ്ടിന്. അതായത് ഒരു ആൽക്കഹോളിക് ഗ്രൂപ്പാണ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഇങ്ങനെയാണ്. ഇപ്പോൾ പിരിഡിൻ KOH-മായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് പൊസിഷനിൽ OH ഗ്രൂപ്പ് വന്ന് ജോയിൻ ചെയ്യുന്നു. കിട്ടുന്ന കോമ്പൗണ്ടാണ് 2-പിരിഡിനോൾ അല്ലെങ്കിൽ 2-ഹൈഡ്രോക്സി പിരിഡിൻ കോമ്പൗണ്ടാണ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ പല കോമ്പൗണ്ടിൻ്റെയും ഈ ഫോമേഷൻ ആൽക്കഹോൾസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫോം ചെയ്യണത് ഒരു ആൽക്കഹോളായിരിക്കും. അപ്പോൾ ഇവിടെ ആൽക്കഹോളിൽ ഇതുപോലെ ഡബിൾ ബോണ്ടൊക്കെ വരണ കേസ് ആണെന്നുണ്ടെങ്കിൽ ടോട്ടോമറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഇവിടുന്ന് H+ ട്രാൻസ്ഫർ വഴി ആൽക്കഹോളിക് ഫോമും കീറ്റോ ഫോമും ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുക. ആ ഒരു പ്രോസസ്സിനാണ് ടോട്ടോമറൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടോമറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ OH ഉണ്ട്. അപ്പോൾ ഇതൊരു ആൽക്കഹോളാണ്. ഇപ്പോൾ ഇവിടുന്ന് ഈനോൾ ഫോമിൽ നിന്ന് ഇതൊരു ഈനോൾ ഫോമാണ്. അപ്പോൾ ഈനോൾ ഫോം കീറ്റോ ഫോമായിട്ട് മാറും. അതാണ് കീറ്റോ ഈനോൾ ടോട്ടോമറിസം എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടുന്ന് ഈനോൾ ഫോം കീറ്റോ ഫോമായിട്ട് മാറും. അപ്പോൾ ഈ ഈനോൾ ഫോമിനേക്കാളും ഹൈലി സ്റ്റേബിൾ ആണ് കീറ്റോ ഫോം. അപ്പോൾ അത് കാരണം അവർക്ക് ഇത് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ടാവും. H+ ആണ് ഇതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. H+ ട്രാൻസ്ഫർ വഴി ഒരു ഈനോൾ ഫോം കീറ്റോ ഫോമായിട്ട് മാറും. ഇവർ തമ്മിലൊരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് ടോട്ടോമറിസം. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ ഹൈഡ്രജൻ ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോവും. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വരും. ഇവിടെ കുറച്ച് റീഅറേഞ്ച്മെൻ്റ് ഒക്കെ നടന്നിട്ട് ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ഇത്. അപ്പോൾ 2-പിരിഡിനോൾ ആയിരുന്നു നമ്മുടെ ഈനോൾ ഫോം, 2-പിരിഡോൾ ആണ് ഇവിടുത്തെ കീറ്റോ ഫോം. അപ്പോൾ ഇങ്ങനൊരു ടോട്ടോമറിസം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഇങ്ങനൊരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ആൽക്കഹോളാണ് അവിടുത്തെ, അല്ലെങ്കിൽ OH ഗ്രൂപ്പാണ് അവിടുത്തെ ന്യൂക്ലിയോഫൈലായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഈനോൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ടോട്ടോമറൈസേഷൻ നടന്ന് കീറ്റോ ഫോം ചെയ്യും. ഇനി അടുത്തത് മൂന്നാമത്തെ റിയാക്ഷനാണ് ആക്ഷൻ വിത്ത് N-ബ്യൂട്ടൈൽ ലിഥിയം. ഒരു ആൽക്കൈൽ ലിഥിയമാണ്. ഈ ആൽക്കൈൽ ലിഥിയം ഒരു ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ്. നമുക്ക് നല്ല ആക്റ്റീവായിട്ട് റിയേജൻ്റ് ആണ്. അത് നമുക്ക് ആവശ്യമുള്ള സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈഡ് പ്രോഡക്റ്റ് ഫോം ചെയ്യാനായിട്ട് പറ്റും. മെയിനായിട്ടും ആൽക്കൈലേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിയേജൻ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പിരിഡിൻ ഈ N-ബ്യൂട്ടൈൽ ലിഥിയവുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ CH3 CH2 എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയോഫൈൽ ഫോം ചെയ്യും. N-ബ്യൂട്ടൈൽ ആനയോൺ ആണ് ഫോം ചെയ്യുന്നത്. ലിഥിയം Li+ ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതാണ് അവിടുത്തെ ന്യൂക്ലിയോഫൈൽ. ഈ ന്യൂക്ലിയോഫൈൽ ഈ സെക്കൻഡ് പൊസിഷനിൽ വന്ന് അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ വരുന്ന കോമ്പൗണ്ട് CH2 അതാണ് കിട്ടുന്ന സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഫോം ചെയ്യുന്ന കോമ്പൗണ്ടാണ് 2N-ബ്യൂട്ടൈൽ പിരിഡിൻ. നോർമൽ ബ്യൂട്ടൈലാണ്, അതാണ് ഈ N-ബ്യൂട്ടൈൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോർമൽ ബ്യൂട്ടൈലാണ് ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരുന്നത്. 2-നോർമൽ ബ്യൂട്ടൈൽ പിരിഡിൻ ആണ് ഇവിടെ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്. അപ്പോൾ ഇതൊരു ആൽക്കൈലേഷൻ റിയാക്ഷൻ എക്സാമ്പിളായിട്ട് പറയാം, കാരണം ആൽക്കൈൽ ഗ്രൂപ്പാണ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെയാണ് ഫീനൈൽ ലിഥിയം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു അരോമാറ്റിക് ഗ്രൂപ്പിനോട് അറ്റാച്ച് ചെയ്തിട്ട് ലിഥിയം ആറ്റം വരുന്ന കേസാണ്. അപ്പോൾ ഇവിടെ C6H5- അതായിരിക്കും ഇവിടുത്തെ ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യുന്നത്. ആ C6H5- ഈ സെക്കൻഡ് പൊസിഷനിൽ വന്ന് അറ്റാക്ക് ചെയ്ത് കിട്ടുന്ന കോമ്പൗണ്ടാണ് 2-ഫീനൈൽ പിരിഡിൻ. C6H5 ആണ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതൊരു അരൈലേഷൻ റിയാക്ഷനായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും.
അപ്പോൾ ഈ ലിഥിയം വരുന്ന ആൽക്കൈൽ ലിഥിയം അല്ലെങ്കിൽ അരൈൽ ലിഥിയം എന്നൊക്കെ പറയുന്നത് ഒരു ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു റിയേജൻ്റാണ്. നമുക്കിതുപോലുള്ള അൽക്കൈലേഷന് വേണ്ടിയിട്ടും അരൈലേഷനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റിയേജൻ്റാണ്. അപ്പോൾ അത് പിരിഡിനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ് അരൈൽ ഗ്രൂപ്പ് സബ്സ്റ്റുവൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. ഇതാണ് റിയാക്ഷൻസിൽ എക്സാമ്പിളായിട്ട് പറയാനുള്ളത്. ന്യൂക്ലിയോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിൽ എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ഈ 4 റിയാക്ഷൻസ്. ഇനി അടുത്തത് ഈ ഒരു പിരിഡിൻ കോമ്പൗണ്ട് കാണിക്കുന്ന ഒരു ടൈപ്പ് റിയാക്ഷനാണ് റിഡക്ഷൻ. അതായത് പിരിഡിൻ എന്ന് പറയുന്നത് ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടാണ്. അപ്പോൾ അത് കാരണം ആ അൺസാച്ചുറേഷനിൽ എല്ലാത്തിലും നമുക്ക് ഹൈഡ്രജൻ മോളിക്യൂൾ ആഡ് ചെയ്ത് കൊടുത്തത് സാച്ചുറേറ്റഡ് കോമ്പൗണ്ടാക്കി മാറ്റാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം അങ്ങനെ നമുക്ക് റിഡക്ഷൻ പിരിഡിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് റിഡക്ഷന് വിധേയമാവുന്ന കോമ്പൗണ്ടാണ്. നമുക്ക് പല ടൈപ്പ് റെഡ്യൂസിങ് ഏജൻറ്റ്സ് യൂസ് ചെയ്ത് പല ടൈപ്പ് പ്രോഡക്റ്റുകൾ ഫോം ചെയ്യും. അപ്പോൾ ഈ പിരിഡിൽ നിന്ന് ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതാണെന്നുള്ളത് യൂസ് ചെയ്യുന്ന റിയേജനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സാധാരണ നമ്മളിപ്പോഴും പറയുന്ന റിഡക്ഷൻ, അതായത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് എനി കാറ്റലിസ്റ്റ്, മെറ്റൽ കാറ്റലിസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ചെറിയ വ്യത്യാസം, ഇവിടെ ഒന്നെങ്കിൽ ഹൈഡ്രജൻ മോളിക്യൂൾ ഇൻ പ്രസൻസ് ഓഫ് മെറ്റൽ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ സോഡിയം ഇൻ പ്രസൻസ് ഓഫ് എഥനോൾ. ഇതാണ് ഇവിടുത്തെ റിയേജൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിയേജൻ്റാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിരിഡിനിൽ എവിടേക്കാണോ ഹൈഡ്രജൻ്റെ കുറവുള്ളത് അല്ലെങ്കിൽ എവിടേക്കാണോ അൺസാച്ചുറേഷൻ ഉള്ളത് ആ അൺസാച്ചുറേഷൻ എല്ലാത്തിലും ഹൈഡ്രജൻ ആറ്റം ജോയിൻ ചെയ്ത് ഫുള്ളി സാച്ചുറേറ്റഡ് കോമ്പൗണ്ടാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ ഇവിടെ എല്ലാത്തിലും ഹൈഡ്രജൻ ആഡ് ചെയ്ത് പിപ്പിരിഡിൻ ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. ഡബിൾ ബോണ്ട് ഒന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ ഒരു കോമ്പൗണ്ടാണ് ഫോം ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് റിഡക്ഷൻ എക്സാമ്പിളായിട്ട് പറയുന്നത്. രണ്ടാമത്തെയാണ് ബേർഡ്സ് റിഡക്ഷൻ എന്നും പറയാം. ഒരു നെയിം റിയാക്ഷൻ ആണ്. അവിടെ യൂസ് ചെയ്യുന്ന റിയേജൻറ്റ് സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ ഇൻ പ്രസൻസ് ഓഫ് എഥനോൾ. ലിക്വിഡ് അമോണിയയിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സോഡിയം ഇൻ പ്രസൻസ് ഓഫ് എഥനോൾ, അതാണ് ഇവിടുത്തെ റിയേജൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ആ റിയേജൻ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു സെലക്റ്റീവ് റിഡക്ഷനാണ് നടക്കുന്നത്. അതായത് എല്ലാ അൺസാച്ചുറേറ്റഡ് പൊസിഷനിലും ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നില്ല. ചില സെലക്റ്റീവ് ആയിട്ടുള്ള പൊസിഷനിൽ മാത്രമായിരിക്കും ഹൈഡ്രജൻ ആഡ് ചെയ്ത് നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ഈ നൈട്രജനിലും ഈ 4th പൊസിഷനിലും മാത്രമാണ് ഹൈഡ്രജൻ ആറ്റം ജോയിൻ ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് 1,4-ഡൈഹൈഡ്രോപിരിഡിൻ ആണ്. ഈ ഫസ്റ്റ് പൊസിഷനിലും 4th പൊസിഷനിലും മാത്രമാണ് ഹൈഡ്രജൻ ആറ്റം ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 1,4-ഡൈഹൈഡ്രോപിരിഡിൻ ആയിരിക്കും പ്രൊഡക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഇത് ബേർഡ്സ് റിഡക്ഷൻ ആണ്, നെയിം റിയാക്ഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് എക്സാമ്പിളായിട്ട് പറയുന്ന റിയാക്ഷൻ വിത്ത് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് LiAlH4. ഇതൊരു റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. അപ്പോൾ ഈ LiAlH4 അല്ലെങ്കിൽ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡുമായി പിരിഡിൻ റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കേസിൽ 1,4 റിഡക്ഷനാണ് നടന്നിരുന്നെങ്കിൽ ഈ കേസിൽ വരുന്നത് 1,2 റിഡക്ഷനാണ്. അതായത് ഫസ്റ്റ് പൊസിഷനിലും സെക്കൻഡ് പൊസിഷനിലും ആയിരിക്കും ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നുണ്ടാവുക. ഇതും ഒരു സെലക്റ്റീവ് റിഡക്ഷൻ എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ വരുന്നു, ഇവിടെ ഹൈഡ്രജൻ വരുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് 1,2-ഡൈഹൈഡ്രോപിരിഡിൻ ആയിരിക്കും. അപ്പോൾ സെലക്റ്റീവ് റിഡക്ഷൻ ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ ഇൻ പ്രസൻസ് ഓഫ് എഥനോൾ ഈ റിയേജൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബെർച്ച് റിഡക്ഷൻ ആണ് നടക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പൊസിഷനിലും 4th പൊസിഷനിലായിരിക്കും റിഡക്ഷൻ നടക്കുക. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1,2 റിഡക്ഷനാണ് നടക്കുക. 1,2-ഡൈഹൈഡ്രോപിരിഡിൻ ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആണ് റിഡക്ഷനിൽ തന്നെ വരണതാണ് റിംഗ് ഓപ്പണിങ്. അതായത് പിരിഡിൻ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് കോമ്പൗണ്ടാണ്. ഈ സൈക്ലിക് കോമ്പൗണ്ടിൽ 1, 2, 3, 4, 5 കാർബൺ ഉണ്ട്. അപ്പോൾ ഈ 5 കാർബൺ, ഇപ്പോൾ ഇതൊരു സൈക്ലിക് കോമ്പൗണ്ടാണ്, ഇതിനെ ഓപ്പൺ ചെയ്ത് 5 കാർബണുള്ള ഒരു ലോങ് ചെയിൻ ആൽക്കൈൻ ഫോം ചെയ്യാനായിട്ട് പറ്റും. അതാണ് റിംഗ് ഓപ്പണിങ് റിയാക്ഷൻ. ഇതും ഒരു റിഡക്ഷൻ എക്സാമ്പിളാണ്. ഇത് അൺസാച്ചുറേഷൻ നഷ്ടപ്പെട്ട് ഒരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിട്ടാണ് മാറുന്നത്. ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന റിയേജൻറ്റ് ഹൈഡ്രോ അയോഡിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്ന റിയേജൻറ്റ്. ഹീറ്റ് ചെയ്യാണ് ചെയ്യണത്. ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ റിംഗ് ഓപ്പൺ ചെയ്ത് പെൻറ്റെയിനും അമോണിയം ഫോം ചെയ്യും. പെൻറ്റെയിൻ ഫോം ചെയ്യാനായിട്ട് കാരണം ഈ റിങ്ങിൽ 5 കാർബൺ ആണ് ഉണ്ടായിരുന്നത്, പിന്നെ നൈട്രജൻ്റെ കൂടെ. അപ്പോൾ എല്ലാ കാർബണിൻ്റെ കൂടി ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു, നൈട്രജൻ്റെ കൂടി ഹൈഡ്രജൻ ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് ഒന്ന് അമോണിയ, പിന്നെ ഒന്ന് പെൻറ്റെയിൻ. ഇതാണ് റിംഗ് ഓപ്പണിങ്ങിൽ എക്സാമ്പിളായിട്ട് പറയുന്നത്.
ഇത്രയും റിയാക്ഷൻസ് ആണ് പിരിഡിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് കാണിക്കുന്നത്. നമ്മൾ ആദ്യം പിരിഡിൻ കോമ്പൗണ്ടിലെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ അതിനെ ഇലക്ട്രോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞാൽ തന്നെ ബേസിസിറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. ബേസിസിറ്റി പറഞ്ഞതിന് ശേഷം, അപ്പോൾ ബേസിസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എടുത്ത റിയാക്ഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ന്യൂക്ലിയോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അത് നൈട്രജൻ ആറ്റത്തിൻ്റെ പ്രസൻസ് കാരണമാണ് പിരിഡിൻ ന്യൂക്ലിയോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തരാനായിട്ട് കാരണം. പിന്നെ ആ കോമ്പൗണ്ട് എക്സിബിറ്റ് ചെയ്യുന്ന വേറൊരു ടൈപ്പ് പ്രോപ്പർട്ടിയാണ് റിഡക്ഷൻ റിയാക്ഷന് ഇത് വിധേയമാകുന്നുണ്ട്. ഇത് പിരിഡിൻ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടാണ്. അതിൽ നിന്ന് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് റിഡക്ഷൻ റിയാക്ഷൻ കാണിക്കുന്ന കോമ്പൗണ്ടാണ്. ഇത്രയാണ് പിരിഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് ആയിട്ടുള്ള പിരിഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ പ്രിപ്പറേഷൻ, സ്ട്രക്ചർ, അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി, ഫിസിക്കൽ പ്രോപ്പർട്ടി. അപ്പോൾ ഇത്രയാണ് പിരിഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി ഒരു ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ടും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ടിൻ്റെ പോർഷൻസ് എല്ലാം അതും കംപ്ലീറ്റ് ആകും. ഇനി അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ടിനെ കുറിച്ചിട്ട് പഠിക്കാം. താങ്ക് യു.